ബ്രൂവറി വിഷയത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ സിപിഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് ചിറ്റൂരിൽ തുടക്കമാകും. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എലപ്പുള്ളിയിൽ ബ്രൂവറിക്ക് അനുമതി നൽകിയതിൽ സിപിഐ പ്രാദേശിക നേതൃത്വം അതൃപ്തിയുമായി രംഗത്തെത്തി. കടുത്ത കുടിവെള്ളക്ഷാമം അടക്കം നേരിടുന്ന മേഖലയിൽ പദ്ധതി വന്നാൽ ജനങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് വിലയിരുത്തൽ. പദ്ധതിയിൽ പ്രാദേശികമായി കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും ആശങ്ക ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും സിപിഐ ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. അതിനെപ്പറ്റി കൂടുതൽ ഞങ്ങൾ മനസ്സിലാക്കണം. അതിന് പഠിച്ച ശേഷമേ അതിന് മറുപടി പറയാൻ കഴിയുള്ളൂ. എന്തായാലും ജലചൂഷണം ഞങ്ങൾ ഈ എലപ്പുള്ളി പ്രദേശത്ത് ജലചൂഷണം അനുവദിക്കില്ല. അതിനെതിരെ ശക്തമായി ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടം തന്നെയാണ് CPIയുടെ നിലപാട്. അത് നേരത്തെ കൂടി തന്നെ ഞങ്ങൾ അറിയിച്ചതാണ്. അതേപോലെ തന്നെ കിസാൻ സഭ രീതിയിൽ ഞങ്ങൾ നേരത്തെ കൂടി പറഞ്ഞിട്ടുണ്ട്. കുടിവെള്ളവും കൃഷിക്കുള്ള ആവശ്യത്തിനും ഏത് ഡാമിലത്തെ വെള്ളമായാലും ശരി, മലമ്പുഴ ഡാമായാലും ശരി, ഞങ്ങൾ കുന്നംകാട്ടുപതി ഡാമായാലും ശരി, ഏത് ഡാമിലത്തെ വെള്ളമായാലും ശരി, കുടിവെള്ളവും കൃഷിയുടെ ആവശ്യത്തിനും കഴിഞ്ഞ് മാത്രമേ വ്യവസായ ആവശ്യങ്ങൾക്ക് എടുക്കാവൂ എന്ന് ഞങ്ങൾ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. അത് മാത്രമല്ല, ജനങ്ങളുടെ ആശങ്ക അകറ്റുവേണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യും. ടി നന്ദഗോപാൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. നന്ദു, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അതിപ്പോൾ കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയത അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുമെന്നാണല്ലോ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന് പിന്നാലെ അവിടുത്തെ പ്രാദേശിക CPI നേതൃത്വം കൂടി രംഗത്ത് വരുന്നു. അപ്പോൾ സമ്മേളനത്തിലും അതോടൊപ്പം തന്നെ അവിടുത്തെ പ്രാദേശിക നേതൃത്വത്തെയും എങ്ങനെ വിശ്വാസത്തിലെടുക്കാനായിരിക്കും CPM തീരുമാനിക്കുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതേസമയം ഈ പ്രദേശത്തെ ചില ഒരു CPM നേതാക്കളൊക്കെ തന്നെ ഈ സർക്കാർ ഉത്തരവിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു ബ്രൂവറി വരുന്ന കാര്യം അറിയുന്നത്. അതായത് ഈ ഒരു സ്ഥലം എവിടെയായിരുന്നു എന്നുള്ളത് പോലും ഒരു വിഭാഗം CPM നേതാക്കൾക്ക് വ്യക്തതയില്ലായിരുന്നു. അപ്പോൾ ഇത് തീർച്ചയായും ഇന്ന് ആരംഭിക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകും. അവർക്കും ഇത്തരത്തിലൊരു എതിർപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജില്ലാ സമ്മേളനത്തിൽ ബ്രൂവറിക്കെതിരായ അത്തരത്തിലുള്ള ഒരു എതിർപ്പ് ഈ ഒരു വിഭാഗം ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഒപ്പം തന്നെ CPMനെ അലട്ടുന്ന നിരവധി പ്രശ്നങ്ങളും പാലക്കാട് ജില്ലയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊഴിഞ്ഞാമ്പാറയുമായി ബന്ധപ്പെട്ട വിഭാഗീയതാണ്. കൊഴിഞ്ഞാമ്പാറയിലെ വിഭാഗീയതയ്ക്കെതിരെ ആദ്യഘട്ടത്തിൽ തന്നെ നടപടിയെടുക്കാത്തതിൽ CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബുവിനെതിരെ വിമർശനം ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഉയർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവർക്കെതിരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അതിനു പുറമെ DYFIയും വിമത സ്വരവുമായി രംഗത്തെത്തുന്ന കാഴ്ചയാണ് കൊഴിഞ്ഞാമ്പാറയിൽ കണ്ടത്. അപ്പോൾ ഇതൊന്നും പരിഹരിക്കാൻ സാധിക്കാത്തത് CPMനെ സംബന്ധിച്ച വലിയ തലവേദനയാണ്. ഒപ്പം NN കൃഷ്ണദാസിന്റെ പരാമർശങ്ങളും PK ശശിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ തന്നെ CPMന് ഇവിടെ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇതൊക്കെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ്. MV ഗോവിന്ദൻ 9:30 ഈ ഒരു ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ പങ്കെടുക്കുകയും ചെയ്യും. ജില്ലയിലെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായിരിക്കും പ്രധാന പരിഗണന. അതേസമയം ഇപ്പോൾ CPI ഈ ബ്രൂവറിക്കെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. CPI പ്രാദേശിക നേതാവാണ്, പ്രദേശത്തെ ലോക്കൽ സെക്രട്ടറിയായ ചെന്താമരാക്ഷനാണ് ഇങ്ങനെ ഒരു എതിരഭിപ്രായവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്രൂവറി വരുന്ന സ്ഥലത്ത് ജലക്ഷാമം രൂക്ഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ ആശങ്ക അകറ്റണം. ഒപ്പം തന്നെ മലമ്പുഴയിൽ നിന്നുമൊക്കെ ജലം ഉപയോഗിക്കുകയാണെങ്കിൽ പോലും കുടിവെള്ളത്തിനും കൃഷിക്കും ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വെള്ളം നൽകാൻ സാധിക്കൂ എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് ജില്ലാ നേതൃത്വത്തെ ഇവിടെ നിന്നും പ്രാദേശിക CPM നേതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു നിലപാട് കൂടി, അവരുടെ ഒരു മറുപടി കൂടി കിട്ടിയതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് CPIയുടെ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.